രഞ്ജി ട്രോഫിയിൽ കന്നി കിരീടം ലക്ഷ്യമിട്ട് കേരളം നാളെ കലാശപ്പോരിന് ഇറങ്ങുകയാണ്. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ടീം കഠിന പരിശീലനത്തിലാണ്. വിദർഭ ടീമും രാവിലെ പരിശീലനത്തിനിറങ്ങി. തികഞ്ഞ വിജയ പ്രതീക്ഷയാണുള്ളതെന്ന് കേരള താരം സച്ചിൻ ബേബി മീഡിയ വണ്ണിനോട് പറഞ്ഞു. നമ്മൾ 100% നമ്മൾ നല്ല പ്രതീക്ഷയിലാണ്. കാരണം നമ്മളറിയാലോ, നമുക്ക് എല്ലാവരും കൊതിച്ച ഒരു ഇടത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 15 വർഷത്തെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഫൈനൽ ഇതിലാണ് നമ്മളിപ്പം എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കേരള ടീമിൽ കഴിഞ്ഞ 5 വർഷം കളിച്ച എല്ലാ പ്ലേയേഴ്സിൻ്റെയും കോച്ചസിൻ്റെയും അസോസിയേഷൻ്റെയും എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മളൊരു ഡൊമസ്റ്റിക്കിലൊരു കപ്പ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ 2 തവണ നമ്മൾ ഡിഫറെൻറ്റ് ഫോം വിജയ സാറുടെ സെമിഫൈനലിലെത്തി, രഞ്ജി ട്രോഫിയുടെ സെമിഫൈനലിലെത്തി. നമുക്ക് ആ ഒരു ഫൈനലിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. ബട്ട് ത്രൂ ഔട്ട് ഇവൻ ലാസ്റ്റ് 15 ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ കേരള ക്രിക്കറ്റ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വൈറ്റ് ബോൾ ആയിക്കോട്ടെ, ലാസ്റ്റ് 8 ടൂർണമെൻറ്റ്സിൽ 6 തവണ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ കളിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അത്രയും എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൻ്റെയും എല്ലാവരുടെയും ഒരു പ്രയത്നത്തിൻ്റെയും ഫലമാണ് നമ്മളിപ്പം ഈ ഒരു പൊസിഷനിലെത്തിയിരിക്കുന്നത്. ശ്രീ മഹേഷ് പോലൂർ നാഗ്പൂരിലെ സ്റ്റേഡിയത്തിൽ തത്സമയം ചേരുന്നു. മഹേഷ്, കേരളത്തിന്റെ പ്രതീക്ഷയെക്കുറിച്ച് പറയൂ. ഒപ്പം എങ്ങനെ പുരോഗമിക്കുന്നു ഇവരുടെ പരിശീലനം? ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? നമ്മളെല്ലാവരും സന്തോഷത്തിലാണ്. ബിക്കോസ് 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫൈനലിൽ വന്നുകൊണ്ടിരിക്കുക. ലാസ്റ്റ് വരെ ആയില്ല, ജയിക്കാനായില്ല. സോ ഈ വർഷം അത് തന്നെ ആലോചന ഉണ്ട്. ദാറ്റ് ലാസ്റ്റ് ഇയർ എന്തൊക്കെ മിസ്റ്റേക്ക് നമ്മൾ ചെയ്തോ അത് ആ സെയിം മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. ആൻഡ് നമ്മുടെ ഈ സീസൺ നമ്മൾ എങ്ങനെ കളിക്കുന്നതെന്ന് അങ്ങനെ ആലോചിച്ച് സെയിം രീതിയിൽ കളിക്കാൻ ആലോചിക്കുക, അത്രേ ഉള്ളൂ. ആൻഡ് നമ്മുടെ ടീം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ബാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല അറ്റ്മോസ്ഫിയറാണ്, പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ്. സോ വി ആർ എന്താ പറയുന്നത്, കോൺഫിഡൻ്റ് ആണ്. ആൻഡ് ജസ്റ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ കളിക്കാൻ നോക്കി. ആൻഡ് നമ്മുടെ പ്രോസസ് ഫോളോ ചെയ്ത് കളിക്കാൻ നോക്കി. എതിരാളികളെ എങ്ങനെയാണ് കരുൺ കാണുന്നത്? എതിരാളി ഒബ്വിയസ്ലി ഫൈനലി എത്തുവാണെങ്കിൽ നല്ലതായിട്ട് കളിച്ചിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. സോ ആ ഒരു കോമ്പറ്റേറ്റീവ് ആൻഡ് റെസ്പെക്ട് കാണും അമങ്സ്റ്റ് 2 ടീമും. സോ ഒബ്വിയസ്ലി ഫുൾ ഇന്ത്യയിൽ 2 ടീം വരുവാണെങ്കിൽ അത് നല്ല കളിച്ചിട്ടേ വരാൻ ഒക്കത്തുള്ളൂ. അങ്ങനെ സോ ഒബ്വിയസ്ലി നല്ല മാച്ച് ആയിരിക്കും ആൻഡ് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. ആൻഡ് വെരി എക്സൈറ്റഡ് ടു ഗെറ്റ് ഓൺ ദ ഫീൽഡ് ടുമോറോ. ഞാൻ സച്ചിനിലേക്ക് പോയിട്ട് ഒന്നുകൂടെ പെട്ടെന്ന് കരുണിലേക്ക് വരാം. കരുൺ പോകരുത്. അതായത് സച്ചിൻ, ഈ സാധാരണഗതിയിൽ നിങ്ങൾ മലയാളത്തിൽ തന്ത്രങ്ങൾ പറയും, മറ്റ് ടീമുകൾക്ക് ആളെ മനസ്സിലാവില്ല. പക്ഷേ ഇത് അങ്ങനെ പറ്റില്ല. കരുൺ അപ്പം തന്നെ അത് പിടിച്ചെടുത്ത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അതെ. കാരണം നമ്മൾ കുറച്ച് മിസ്സാണില്ലേ, കാരണം നമുക്കും കളിക്കേണ്ട ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ ഇതൊരുത്തേക്ക് പോയി. ബട്ട് സ്റ്റിൽ നമ്മൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ കർണാടക കളിക്കുമ്പോഴും നമ്മൾ ആ ഒരു കോമ്പറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിലും കരുൺ അപ്പുറത്തെ ടീമിലുള്ളത്, കാരണം അതല്ലോ മലയാളം സംസാരിക്കുമ്പോഴത്തേക്ക് എവിടെ പുറത്ത് മലയാളത്തിൽ സംസാരിക്കുമ്പോഴും ആ ഒരു രസമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു മാച്ചിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും നമ്മുടെ പയ്യനല്ലേ, അവനൊന്ന് തിരിച്ച് പറഞ്ഞു കൊടുക്കില്ല. എതിരാളി എങ്ങനെയാണ് കാണുന്നത്? ഹീസ് എ ടോപ്പ് ബാറ്റ്സ്മാൻ. നമുക്കറിയാം, റൺസ് തന്നെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം ഒരു ടോപ്പ് നോച്ച് ബാറ്റ്സ്മാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ 2 വിക്കറ്റ് എടുക്കണം. നമുക്ക് വിദർഭേനെ നമുക്കൊരു പ്രഷറിലാക്കണം. ഓക്കെ, കരുൺ, വ്യക്തിപരമായി കേരള ടീം ഫൈനലിൽ എത്തിയത് വലിയ സന്തോഷം നൽകുന്നുണ്ടോ? ഭയങ്കരമായിട്ടും സന്തോഷമുണ്ട്. ബിക്കോസ് ഒബ്വിയസ്ലി ഇത്ര 3-4 വർഷമായിട്ട് നല്ല ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ടീം. ആൻഡ് എല്ലാ ടീമും ട്രൈ ചെയ്യുന്ന ഫൈനലിൽ വരാൻ. ഒരു സീസൺ തുടങ്ങുമ്പം എല്ലാവരും ഫൈനലിൽ വരണം, ജയിക്കണം, ട്രോഫി ജയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നു എല്ലാവരും. സോ ഒബ്വിയസ്ലി അവർക്കും ഭയങ്കര എന്താണെന്ന് വെച്ചാൽ സന്തോഷം കാണും. ഇത്രയും വലിയ സ്റ്റേജിൽ വന്ന് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. സോ അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, നമ്മളും ഭയങ്കര എക്സൈറ്റഡാണ്. ആൻഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും അവരുടെ സ്കിൽ സെറ്റ് കാണിക്കാനും ആൻഡ് ഈ വലിയ സ്റ്റേജിൽ കളിച്ച് നമ്മുടെ ടീമിനെ ജയിപ്പിക്കാനൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഞാൻ എന്താ പറയുന്ന, എൻ്റെ ആലോചനയിൽ ഒബ്വിയസ്ലി കേരള ഭയങ്കര നല്ലതായിട്ട് കളിച്ചിട്ട് വന്നിരിക്കുക ഇവിടെ. ആൻഡ് ആ ഒരു റെസ്പെക്റ്റ് കാണും നമ്മളുമായിട്ടും, അവർക്കും നമ്മളുമായിട്ട് കാണും. ആൻഡ് നമ്മുടെ സൈഡിൽ നിന്നും അവർക്ക് കാണും. സോ ഒബ്വിയസ്ലി നല്ല മാച്ച് ആയിരിക്കും. കരുണിന്റെ പ്രകടനം കാണുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു നിരാശയാണ്. ദേശീയ ടീമിന്റെ കുപ്പായത്തിൽ കരുണിനെ പലപ്പോഴും കാണുന്നില്ല എന്നുള്ളൊരു നിരാശയുണ്ട്. എപ്പോഴെത്തുമെന്ന് ചോദിച്ചാൽ കരുൺ വലിയ പ്രതീക്ഷയോടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എന്താണ് ഇപ്പം എൻ്റെ ഒരു പ്രതീക്ഷ ഇതേ ഉള്ളൂ, ദാറ്റ് ഈ മാച്ച് ജയിക്കണം ആൻഡ് രഞ്ജി ട്രോഫി കപ്പ് നമ്മുടെ ടീമിന് വരണം. ആൻഡ്
ആ മാച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എന്തോ നടക്കാൻ പോകുന്നതെന്ന്. ബട്ട് ഇപ്പോഴത്തേക്ക് ഈ മാച്ച് നല്ലതായിട്ട് കളിക്കണം, ടീമിനെ ജയിപ്പിക്കണം. വയനാട് നിൽക്കുമ്പോഴാണ് കരുണിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി വന്നത്, വയനാട് കളിക്കാൻ എത്തിയപ്പോഴാണ്. അപ്പോൾ ആ തരത്തിൽ കൂടി കേരളം ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ്. ഫോർ ഷുവർ. ആൻഡ് ഹോപ്പ്ഫുള്ളി മഹേഷ് പോലൂരാണ് നാഗ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കേരളത്തിന്റെ പ്രതീക്ഷകൾ.